മുത്തശ്ശി മുത്തശ്ശി എന്തായി കാണിച്ചത്? എന്തിനായി ഈ സ്വീറ്റ്സ് എല്ലാം തട്ടിക്കളഞ്ഞത്? മേലിൽ നിന്റെ കൈകൊണ്ട് ഇതുപോലെ ഒരു സാധനവും സിദ്ധുവിന് കൊടുത്തു പോവരുത്. അതെന്താ മുത്തശ്ശി ഇപ്പോ അങ്ങനെ പറയുന്നത്? ഞാനിത് സിദ്ധുവേട്ടന് കൊടുത്തതില് എന്താ കുഴപ്പം? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാവരും എന്നോടും ചേച്ചിയോടും അകൽച്ച കാണിക്കുക. അത് എന്തിനാ? എടി, എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല മുത്തശ്ശി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, നീയും നിന്റെ ചേച്ചിയും കൂടി ഗൂഢാലോചന നടത്തിയിട്ടാണോ എന്റെ കൊച്ചുമോനെ കൊല്ലാൻ നോക്കുന്നത്? ഇപ്പൊ എന്താ പറഞ്ഞേ മുത്തശ്ശി? ഇപ്പൊ എന്താ പറഞ്ഞത്? നിന്റെ അച്ഛനെ കൊന്നതിന്റെ പ്രതികാരം വീട്ടാൻ പോവുകയാണോന്ന്. അച്ഛനെ കൊന്നതിന്റെ പ്രതികാരോ? അതെ, നിന്റെ അമ്മ ഇന്നലെ ഇവിടെ വന്ന എല്ലാവരോടും വിളിച്ചു പറഞ്ഞത് അതാണല്ലോ. എന്റെ അമ്മ എന്ത് പറഞ്ഞെന്നാ? ഞാൻ പറയാം. അമ്മേ വേണ്ട, അതൊന്നും പറഞ്ഞു ഗോപിക്ക് വിഷമിപ്പിക്കണ്ട. ഇവിടെ എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഗോപികെ അതറിയണം. നിന്റെ അമ്മ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആരാ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്? നിന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ. അവനാ നിങ്ങളുടെ അച്ഛനെ കൊന്നത്. എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. ഈ ഇരിക്കുന്ന സിദ്ധുവാണ്, ഇവനാണ് നിന്റെ അച്ഛനെ കൊന്നത്. അങ്ങനെയാ നിന്റെ അമ്മ ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞത്. ആ, നിന്റെ ചേച്ചി അത് വിശ്വസിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ചോദിച്ചത്. ചേച്ചിയും അനിയത്തിയും കൂടി ഗൂഢാലോചന നടത്തി എന്റെ കൊച്ചുമോനെ കൊല്ലാൻ ശ്രമിക്കുകയാണോന്ന്. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? ദേവികയും ഗോപിയും കൂടെ നമ്മുടെ സിദ്ധുവിനെ കൊല്ലുന്നോ? കൊല്ലുവടി, കൊല്ലും. ഇവരുടെ അച്ഛനെ കൊന്നവനല്ലേ സിദ്ധു. അപ്പൊ ഇവക്കും ഇവനോട് പകയും പ്രതികാരവും ഒക്കെ കാണും. ഇവരത് തീർക്കാൻ ശ്രമിക്കും. ഒന്നും സംഭവിക്കില്ല. അമ്മ ഒന്ന് നിർത്തിക്കേ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച